ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ SSC MTS ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ SSCയുടെ MTSന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, അതിൻ്റെയൊക്കെ ആൻസർ കീ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന ആൻസർ കീ എന്ന് റിലീസ് ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കും എന്നീ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ SSC MTSന്റെ ഒക്കെ എക്സാമിനേഷൻസ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് 26/6/2025 സമയങ്ങളിലായിരുന്നു. 2025 ഈ പറയുന്ന രീതിയിൽ ആ ഒരു പകുതി ആയതോടുകൂടി തന്നെയാണ് SSC MTSന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അവർ എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഈ പറയുന്ന 20 സെപ്റ്റംബർ 2025 ഒക്ടോബർ മാസങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഒക്ടോബർ മാസങ്ങൾ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലായിട്ടായിരുന്നു MTSന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയുന്ന CJയിലും അതേപോലെ തന്നെ CHSലെ എക്സാമിനേഷനൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ എക്സാമിനേഷൻ മാറ്റിവെച്ച് പിന്നെ ഈ പറഞ്ഞ ഫെബ്രുവരി മാസമാണ് എന്ത് ചെയ്യുന്നത്, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏകദേശം ഈ പറയുന്ന രീതിയിൽ 7,498 സംതിങ് അടുപ്പിച്ച് എന്താണ് വേക്കൻസികളായിരുന്നു SSCയിൽ എന്ത് ചെയ്യുന്നത് അവർ SSC MTSലേക്ക് എന്ത് ചെയ്യുന്നത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ നമുക്കെല്ലാം അറിയാം അല്ലെ. എക്സാം പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 2 സെഷനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതിൻ്റെ കൂടെ തന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് രണ്ടാമതുള്ളത്. സെഷൻ 2-നകത്താണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ അവയർനെസ്, നമ്മുടെ കറണ്ട് അഫയേഴ്സും മറ്റും ഹിസ്റ്ററിയൊക്കെ അടങ്ങുന്ന ജനറൽ അവയർനെസ്സും പിന്നെ ഒരു ഇംഗ്ലീഷും ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്തുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന സെഷൻ 1-നകത്ത് മുഴുവൻ 40 മാർക്ക്, സെഷൻ 2-നകത്ത് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ സെക്ഷൻ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ടതാണ് അല്ലെ. ഒരു ക്വാളിഫൈ നേച്ചറാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും തന്നെ ആദ്യത്തെ സെഷൻ ക്ലിയർ ചെയ്യാത്ത പക്ഷം, അതായത് ക്വാളിഫൈ ചെയ്യാത്ത പക്ഷം, നമുക്ക് നമ്മുടെ സെക്കൻഡ് സെഷനിലെ മാർക്ക് അവർ കൂട്ടുകയില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് സെഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സെക്കൻഡ് സെഷനിൽ നമ്മൾ എത്രത്തോളം മാർക്ക് എഴുതി, നമ്മൾ ഈ പറയുന്ന രീതിയിൽ സെക്കൻഡ് സെഷൻ നമ്മൾ മുഴുവൻ എഴുതിയെന്ന് പറഞ്ഞാലും ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഒരു ക്വാളിഫയിങ് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് സെഷന്റെ മാർക്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ വളരെ ക്വാളിഫൈങ് നേച്ചറാണ്. ഓക്കെ, ക്വാളിഫൈങ് നേച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് തന്നെ ഈ പറയുന്ന ഈ ഓരോ വിഭാഗത്തിലെ ആളുകൾക്ക്, അതായത് UR എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറി, EWS, OBC, അതർ റിസർവ്ഡ് കാറ്റഗറീസ് SC ST അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ക്വാളിഫൈങ് നേച്ചർ വ്യത്യസ്തമാണ്. അതായത് ജനറൽ കാറ്റഗറി പെടുന്നവരാണെങ്കിൽ അവർക്ക് 30% എന്ത് ചെയ്യാൻ മതി മാർക്ക് മേടിച്ചാൽ അവർക്ക് പാസ്സാവും. 30% മാർക്ക്, മുഴുവൻ മാർക്കിന് 30% മേടിച്ചാൽ അവരെന്ത് ചെയ്യാൻ പറ്റും, പാസ്സാവും. അതേപോലെ തന്നെ EWSലുള്ള നിങ്ങൾ EWS കാറ്റഗറി പെടുന്നവരാണെങ്കിൽ 25% മാർക്ക് മേടിച്ചാൽ മതി പാസ്സാവാൻ. SC ST വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ 20% മാർക്ക് മേടിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ ഫസ്റ്റ് സെഷൻ പാസ്സാവും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 12 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഫസ്റ്റ് സെഷനിൽ നിന്നും ജനറൽ വിഭാഗത്തിൽ പെടുന്ന ഒരാൾ എന്ത് ചെയ്യണം, മേടിക്കണം. കറക്റ്റ് അല്ലേ. OBC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ OBC EWS വിഭാഗത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്തുനിന്ന് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. കറക്റ്റ് ആണെന്നാണ് കേട്ടോ, നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യുന്നുള്ളതല്ല, കറക്റ്റ് 10 ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് അതിനകത്ത് ചെയ്തിരിക്കണം. SC ST വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഏകദേശം ഒരു 8-ൽ കൂടുതൽ ചോദ്യങ്ങൾ എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അവിടെ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ശരിയായിട്ടുള്ളവ എഴുതിയിരിക്കണം. ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് ഒന്നുമില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 8 ചോദ്യത്തിൽ കൂടുതലെങ്കിൽ SC ST പെടുന്നവർ എന്ത് ചെയ്യണം, അവർ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. OBC വിഭാഗത്തിൽ അല്ലെങ്കിൽ EWS വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ 10 ചോദ്യത്തിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ഉത്തരം അവിടെ എഴുതിയിരിക്കണം. ജനറൽ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ 12 ചോദ്യത്തിന് മുകളിലെങ്കിലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിൽ 12 ചോദ്യത്തിന് മുകളിലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പാസ്സായാൽ മാത്രമേ സെക്കൻഡ് സെഷനിലേക്ക് വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സെക്കൻഡ് സെഷൻ നോക്കുകയാണെങ്കിൽ അത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ആണ് ഉള്ളത്. ഓക്കെ, പലരും ഇവിടെ ഈ പറഞ്ഞ കട്ട് ഓഫ് നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ ഇപ്പം സെഷൻ 2-നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ അറിയാം ഏകദേശം എപ്പോഴും എല്ലാവരും കട്ട് ഓഫ് പറയുന്നത് ഒരു 116, 120 ഇടയ്ക്ക് വെച്ചിട്ടാണ്. ഓൾ ഇന്ത്യ പറയുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന 116, 120 ഇടയ്ക്ക് വെച്ചൊരു മാർക്കുകൾ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? നമ്മളൊരു ഏകദേശ കണക്കാണ് പറയുന്നത്. 116, 120 മാർക്കിനൊക്കെ ഇടയ്ക്ക് മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ SSC MTS ഒക്കെ എന്ത് പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു
ജനറൽ അവയർനെസ്സിൽ നിന്ന് ഒരു 15 ചോദ്യമോ അതേപോലെ തന്നെ നിങ്ങളൊരു ഇംഗ്ലീഷിൽ നിന്നൊക്കെ ഒരു 10-22 ചോദ്യം ഇതിൽ കൂടുതൽ വരാം കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പം അങ്ങനെയെങ്കിലും ഒരു രീതിയിലുള്ള ഒരു എന്താണ് ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ജനറൽ അവയർനെസ്സിൽ നിന്ന് ഒരു 20 ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശരിയാക്കിയിരിക്കണം. ഇംഗ്ലീഷിൽ നിന്ന് ഒരു 22 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റാക്കിയിരിക്കണം. ഓക്കെ, തിരിച്ചും വരാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു 10-37 ചോദ്യങ്ങൾക്ക് മുകളിൽ, ഇനി 37 എന്നുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ 2 സ്പ്ലിറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, 37 ചോദ്യങ്ങളൊക്കെ മുകളിലെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് മേടിച്ചാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ഫസ്റ്റ് സെഷൻ്റെയും കൂടെ മാർക്ക് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 116 മുകളിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഏകദേശം ഒരു വേഗ ഐഡിയ ആണ് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ വരണോ യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, ആൻസർ കീ എന്ന് വരുന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എത്രത്തോളം ശരിയാക്കി ഏതെല്ലാം തെറ്റിച്ചു എന്ന് മനസ്സിലാവേണ്ടത് ഇതിൽ നിന്നാണ്, ആൻസർ കീ വരുമ്പോഴാണ് അല്ലേ. പൊതുവെ ഈ SSCയുടെ എക്സാമിനേഷൻസ് ഈ ഡൽഹി പോലീസ് ആയിക്കോട്ടെ അല്ലേ, CHSL ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, ഈ പറയുന്ന എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ഈ എക്സാം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആൻസർ കീ കിട്ടും അല്ലേ. ഈ ഡൽഹി പോലീസിന്റെ SIയുടെയും കോൺസ്റ്റബിളിന്റെ എല്ലാ എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിയാറാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ SSC അവരുടെ ആൻസർ കീ അവർ റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, കുറേ ആളുകളുടെ പരീക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിലർക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെങ്ങുമില്ല, നോർത്തിലൊക്കെയാണ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 20 ഫെബ്രുവരി അടുപ്പിച്ചെങ്കിലും ഈ പരീക്ഷ പലയിടത്തായിട്ട് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം കൂട്ടിയാൽ 27 ഫെബ്രുവരി. ഓക്കെ, 27 ഫെബ്രുവരി അല്ലെങ്കിൽ 28 എന്നാണ് അടുപ്പിച്ചെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആൻസർ കീ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ കൂടിപ്പോയ മാർച്ചിന്റെ ഒരു ആദ്യത്തെ വീക്ക് അങ്ങനെ പോകത്തില്ല, ആ ഒരു പകുതി വരെ ഒരു 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും, ആൻസർ കീ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ SSC MDS ഈ വർഷം നിങ്ങൾക്ക് അത്ര നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞ രീതിയിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇനി വരാൻ പോകുന്ന SSC MDSനും നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ SSC MDSന് വേണ്ടി പുതിയൊരു SSC MDSന് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ACDB അക്കാഡമിയിൽ നമ്മൾ SSC MDSന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകളും എക്സ്പെർട്ട് ഫാക്കൽറ്റീസും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പോകാനും സാധിക്കുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഫുൾ സിലബസ് കവറേജ് നമുക്ക് കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻ ചെയ്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ സെറ്റായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പരീക്ഷകളൊക്കെ എന്ത് പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ആദ്യം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടായാലും തൊട്ട് താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പരീക്ഷ നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ രീതിയിൽ കട്ട് ഓഫ് വരാൻ വളരെ സാധ്യതയില്ലെങ്കിൽ പോലും ഓക്കെ, എന്നിരുന്നാലും ആ ഒരു റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ പറയുന്ന പരീക്ഷയുടെ റേഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കാൻ അതിന് തന്നെ ശ്രമിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും നോക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന ആൻസർ കീ ഒക്കെ നോക്കി വെച്ച ശേഷം ഈ പറയുന്ന മാർക്കുകളൊക്കെ ഒന്ന് കണക്കൂട്ടി വെക്കാൻ ശ്രമിക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ആദ്യമേ നോക്കുക. ആദ്യം തന്നെ സെഷൻ 1 നോക്കുക. ഓക്കെ, ഇപ്പോൾ സെഷൻ 1 ക്ലിയർ ചെയ്താൽ മാത്രമേ സെഷൻ 2 മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവർ കട്ട് ഓഫിന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം. ബൈ.